പാശ്ചാത്യ രാജ്യങ്ങളിലും മദ്യപിക്കുന്നത് ഒരു സോഷ്യലൈസിംഗിന്റെ ഭാഗമാണ്. വൈകുന്നേരങ്ങളിൽ പബ്ബിലോ ബാറിലോ പോയി സുഹൃത്തുക്കൾ ഒന്നിച്ച് മദ്യപിക്കുന്നതും സൊറ പറഞ്ഞിരിക്കുന്നതും പീനട്സ് കുറിക്കുന്നതുമെല്ലാം അവിടെ സാധാരണമാണ്. പാശ്ചാത്യർ പൊതുവെ ആരോഗ്യകാര്യത്തിൽ ഉത്കണ്ഠയുള്ളവരായതിനാൽ തന്നെ മദ്യപാനത്തോടൊപ്പം അമിതമായി അവർ ഭക്ഷണം കഴിക്കാറില്ല. തന്നെയുമല്ല, അവർ സാധാരണമായി കഴിക്കുന്ന വൈൻ, ബിയർ, ലൈറ്റ് ആയിട്ടുള്ള കോക്ടെയിൽ എന്നിവയിൽ ആൽക്കഹോൾ കുറവായിരിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം പാർട്ടികളുടെ ഭാഗമാണ്. പാർട്ടികളിൽ മദ്യത്തിനൊപ്പം ഭക്ഷണത്തിനും ഒഴിച്ചുകൂടാനാവാത്ത പങ്കാണുള്ളത്. അതിനാൽ തന്നെ മദ്യത്തിനൊപ്പം നല്ല രീതിയിൽ ഇന്ത്യക്കാർ ഭക്ഷണവും അകത്താക്കും. വിസ്കിയും റമ്മും ബിയറുമാണ് സാധാരണമായി ഇന്ത്യക്കാർ അകത്താക്കാറുള്ളത്. ഇതിൽ ആൽക്കഹോളിന്റെ അളവ് കൂടുതലാണ്. ആഹാരം കഴിക്കാതെ വെറും വയറ്റിൽ മദ്യപിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നുമല്ല എന്നാണ് പരക്കെ വിശ്വസിക്കുന്ന കാര്യം. അതിനാൽ തന്നെ മദ്യപിക്കുന്നതിന് മുൻപായും അതിനൊപ്പവും നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നവരാണ് ഇന്ത്യക്കാർ. മാത്രമല്ല, മദ്യപിക്കുന്നതിനൊപ്പം വിശപ്പ് അധികരിക്കും. എന്താണ് ഇതിന് കാരണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മദ്യം വിശപ്പ് വർദ്ധിപ്പിക്കുന്നതെന്ന് പലതരം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മദ്യപിക്കുന്നതിന്റെ ഇമ്പാക്ട് ഹൈപ്പോതലാമസിൽ ഉണ്ടാവുമത്രേ. വിശപ്പ്, താപനില എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. 2017 നടന്ന ഒരു പഠനത്തിൽ മദ്യം ചില ന്യൂറോണുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അത് വിശപ്പിനെ ദ്യോതിപ്പിക്കുകയും സ്വാഭാവികമായും ഭക്ഷണം കഴിക്കാൻ തോന്നുകയും ചെയ്യും. മദ്യം രുചിയോടും മണത്തോടുമുള്ള സംവേദനക്ഷമത വർദ്ധിപ്പിക്കും. സ്വാഭാവികമായും ഭക്ഷണം കൂടുതൽ രുചികരമായി അനുഭവപ്പെടും. ഇത് ഹൈപ്പോതലാമസുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മദ്യപിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ മാറ്റമുണ്ടാക്കും. ഇത് ഉന്മേഷം കുറയുന്നതിലേക്ക് നയിക്കും. ഇത് തലച്ചോറിലേക്ക് നൽകുക വിശപ്പിന്റെ സിഗ്നലാണ്. മധുരമുള്ള ഉപ്പുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാനായി തോന്നും. മദ്യപിക്കുന്നതോടെ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. തീരുമാനമെടുക്കാൻ കഴിയാതെ വരും. അതിനാൽ ഉയർന്ന കാലറിയുള്ള ഭക്ഷണം കഴിക്കാനോ ജങ്ക് ഫുഡ് കഴിക്കാനോ തോന്നും. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആവില്ല. 2017 നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ എലികളിൽ മദ്യം നൽകി പരീക്ഷണം നടത്തിയിരുന്നു. ഇത് തലച്ചോറിൽ വിശപ്പുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. 2015 നടത്തിയ പഠനത്തിൽ മദ്യപാനത്തിന് ശേഷം ആളുകൾ കൂടുതൽ കാലറി അടങ്ങിയ, ഉപ്പുള്ള, കൊഴുപ്പ് ധാരാളം അടങ്ങിയ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. ഇത് മദ്യം വിശപ്പ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഭക്ഷണശീലം പോലും മാറ്റം വരുത്തുന്നതായി കണ്ടെത്തിയിരിക്കുന്നു.